ഹായ്, ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത്. കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൻ്റെ റൂൾസും പിന്നെ ക്വസ്റ്റ്യൻസും എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം. പുതിയ ടോപ്പിക്കാണ് കൃത്യംഗങ്ങൾ. ഇംഗ്ലീഷിൽ എക്സ്പോണൻസ് എന്ന് പറയും. എക്സ്പോണൻസ് അതിലത്തെ പ്രോബ്ലംസ് ചെയ്യണേക്കാളും മുമ്പായിട്ട് എക്സ്പോണൻസിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട്. ആ ജനറൽ റൂൾസ് ആദ്യം നോക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ജനറൽ ആയിട്ടുള്ളതാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഇവിടെ കാണിക്കാം. ആദ്യം തന്നെ a raised to 0. a raised to 0 ഈക്വൽസ് 1 ആണ്. ഇവിടെ എന്ത് റേസ് ടു 0 എന്ന് പറഞ്ഞാലും, അതായത് ഏതൊരു നമ്പറിൻ്റെ പവർ 0 ആയിട്ട് വന്നാലും അതിൻ്റെ ആൻസർ എപ്പോഴും 1 ആയിരിക്കും കിട്ടുക. അപ്പോൾ എക്സാമ്പിളായിട്ട് 100 റേസ് ടു 0, ഇതിൻ്റെ ആൻസർ 1 ആണ്. അതുപോലെ 2 റേസ് ടു 0 1 ആണ്, 3 റേസ് ടു 0 1 ആണ്. എന്ത് റേസ് ടു 0 പവർ 0 ആണെന്നുണ്ടെങ്കിൽ ആൻസർ 1 ആയിരിക്കും കിട്ടുക. അടുത്തത് ഇത് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ റൂള് a റേസ് ടു 1 ഈക്വൽസ് a. എന്ത് റേസ് ടു 1 എന്ന് പറഞ്ഞാലും പവർ 1 ആണെന്നുണ്ടെങ്കിൽ സെയിം നമ്പർ ആയിരിക്കും കിട്ടുക, അതായത് ബേസ് ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് 100 റേസ് ടു 1 എടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് കിട്ടുക 100 ആണ്. എന്ത് റേസ് ടു 1 എന്ന് പറഞ്ഞാലും ബേസ് തന്നെയാണ് ആൻസർ ആയിട്ട് കിട്ടുക. ഇനി മൂന്നാമത്തെ റൂള് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ഈക്വൽസ്. ഇവിടെ നോക്കുമ്പോൾ രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്. ബേസ് രണ്ടിൻ്റെയും a തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ പവർ നോക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ എമ്മും ഒരെണ്ണത്തിൻ്റെ എന്നും ആണ്. അപ്പോൾ ആൻസർ ആയിട്ട് കിട്ടുക a റേസ് ടു m പ്ലസ് n എന്നാണ്. ഇതായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുക. എക്സാമ്പിളായിട്ട് 2 റേസ് ടു 3 ഇൻറ്റു 2 റേസ് ടു 4 ഈക്വൽസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 റേസ് ടു 3 പ്ലസ് 4 ഈക്വൽസ് 2 റേസ് ടു 7 എന്ന് കിട്ടും. അടുത്ത റൂള് a റേസ് ടു m ഡിവിഷൻ a റേസ് ടു n. ഇവിടെയും രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്. ബേസ് സെയിം ആണ്, പവർ ഒരെണ്ണത്തിൻ്റെ എമ്മും ഒരെണ്ണത്തിൻ്റെ എന്നും ആണ്. ഇവിടെ ഡിവിഷനാണ്, നേരത്തെ കണ്ടത് സബ്ട്രാക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഡിവിഷൻ വരേണ്ടത്, ഇത് തെറ്റിപ്പോയി. അപ്പോൾ ഇവിടെ വരുമ്പോൾ a റേസ് ടു m മൈനസ് n എന്നായിരിക്കും കിട്ടുക. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, നന്നായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 റേസ് ടു 4 ഡിവിഷൻ 2 റേസ് ടു 3 ഈക്വൽസ് 2 റേസ് ടു 4 മൈനസ് 3 ഈക്വൽസ് 2 റേസ് ടു 1. അതായത് 2നോട് ഈക്വലാണ്. ഇപ്പോൾ ഇവിടെ 2 റേസ് ടു 7ൻ്റെ വാല്യൂ എഴുതിയാലും കുഴപ്പമില്ല, അത് ഓപ്ഷൻ അനുസരിച്ച് എഴുതിയാൽ മതി. അഞ്ചാമത്തെ റൂള് a റേസ് ടു മൈനസ് m ഈക്വൽസ് 1 ബൈ a റേസ് ടു m. a റേസ് ടു മൈനസ് എമ്മിനെ ഫ്രാക്ഷൻ ആക്കി എഴുതിയിട്ടുള്ളതാണ് 1 ബൈ a റേസ് ടു m എന്ന് കിട്ടിയത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 റേസ് ടു മൈനസ് 2 ഈക്വൽസ് 1 ബൈ 5 സ്ക്വയർ ഈക്വൽസ് 1 ബൈ 25. ഇനി വേറൊരെണ്ണം 1 ബൈ a റേസ് ടു മൈനസ് m എന്നാണെന്നുണ്ടെങ്കിലോ a റേസ് ടു m എന്നായിരിക്കും കിട്ടുക. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1 ബൈ 5 റേസ് ടു മൈനസ് 2 ഈക്വൽസ് 5 സ്ക്വയർ എന്ന് തന്നെ നേരിട്ട് എഴുതാം, അതായത് 25 എന്ന് ആൻസറായിട്ട് കിട്ടും. ഇനി ഏഴാമത്തെ റൂള് a b ഹോൾ റേസ് ടു m ഈക്വൽസ് a റേസ് ടു m ഇൻറ്റു b റേസ് ടു m. ഇവിടെ ബേസ് രണ്ടിൻ്റെയും ഡിഫറെൻ്റ് ആണ്, പക്ഷെ പവർ രണ്ടിൻ്റെയും സെയിം ആണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2 ഇൻറ്റു 6 ഹോൾ റേസ് ടു 2 ഈക്വൽസ് 2 സ്ക്വയർ ഇൻറ്റു 6 സ്ക്വയർ ഈക്വൽസ് 4 ഇൻറ്റു 36. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 36 ഇൻറ്റു 4 എന്ന് പറയുന്നത് 144 ആണ്. അടുത്ത റൂള് a ബൈ b ഹോൾ റേസ് ടു m ആണ്.
അതായത് എ റേസ് ടു എം ബൈ ബി റേസ് ടു എം എന്നായിരിക്കും കിട്ടുക. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2/3 ഹോൾ റേസ് ടു 6 ഈക്വൽസ് 2 റേസ് ടു 6 ബൈ 3 റേസ് ടു 6. 9ാമത്തെ റൂള് എ ബൈ ബി ഹോൾ റേസ് ടു മൈനസ് എം ഈക്വൽസ് ബി ബൈ എ ഹോൾ റേസ് ടു എം. ഇവിടെ നെഗറ്റീവ് സൈൻ പോയി, പിന്നെ ഇവിടുത്തെ ലെറ്റേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 4/5 ഹോൾ റേസ് ടു മൈനസ് 2 ഈക്വൽസ് 5/4 ഹോൾ റേസ് ടു 2. ഇതെന്ന് പറയണതിന് എങ്ങനെ എഴുതാം? 5²/4² എന്ന് എഴുതാം. അപ്പോൾ 25/16 ആയിരിക്കും ആൻസറായിട്ട് കിട്ടുക. ഇനി 10ാമത്തെ റൂൾ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽസ് എ റേസ് ടു എം ഇൻറ്റു എൻ എന്നാണ് കിട്ടുക. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ 2 റേസ് ടു 3 ഹോൾ റേസ് ടു 4 ഈക്വൽസ് 2 റേസ് ടു 3 ഇൻറ്റു 4. ഇതെന്ന് പറയണത് 2 റേസ് ടു 12 ആണ്. അപ്പോൾ എക്സ്പോണൻസിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് കണ്ടു. 10 റൂൾസാണുള്ളത്. ആ 10 റൂൾസും കണ്ടു. ഇനി അതിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. എക്സ് റേസ് ടു മൈനസ് 8 ഇൻറ്റു എക്സ് റേസ് ടു 8. ഇതിൻ്റെ ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് തന്നെ എക്സ്പോണൻസിൻ്റെ റൂൾസ് വരണം. ഇവിടെ വന്നിരിക്കുന്ന റൂൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്നുള്ള റൂളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടെന്നുള്ളൂ, സൈൻ കൺസിഡർ ചെയ്യേണ്ട. അല്ലാണ്ട് നോക്കുമ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ് ഇവിടെ വന്നിട്ടുള്ള റൂൾ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. ഇത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചെയ്ത് നോക്കാം. എക്സ് റേസ് ടു മൈനസ് 8 ഇൻറ്റു എക്സ് റേസ് ടു 8 ഈക്വൽസ് എക്സ് റേസ് ടു മൈനസ് 8 പ്ലസ് 8. -8 + 8 എന്നുള്ളത് 0 ആയി പോവും. അപ്പോൾ എക്സ് റേസ് ടു 0 എന്നാണ് കിട്ടുക. നമ്മൾ ഫസ്റ്റ് റൂള് കണ്ടത് എ റേസ് ടു 0 ഈക്വൽസ് 1 എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എക്സ് റേസ് ടു 0 ഈക്വൽസ് 1 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുക 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 3 റേസ് ടു -1 ഇൻറ്റു 3 റേസ് ടു -4. ഇവിടെ വന്നിരിക്കുന്ന റൂള് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്നുള്ളതാണ്. അതായത് എ റേസ് ടു എം പ്ലസ് എൻ എന്നായിരിക്കും കിട്ടുക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ 3 റേസ് ടു -1 ഇൻറ്റു 3 റേസ് ടു -4 ഈക്വൽസ് 3 റേസ് ടു -1 പ്ലസ് -4 എന്നായിരിക്കും കിട്ടുക. -1 പ്ലസ് -4 എന്ന് പറയുന്നത് 3 റേസ് ടു -5 ആണ്. ഇതിനെ തന്നെ നമുക്ക് ഒന്നുകൂടി കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ 1/3 റേസ് ടു 5 എന്ന് എഴുതാം. 2 റേസ് ടു 0 ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ. മുമ്പ് കണ്ട ക്വസ്റ്റ്യൻസിൽ 2 എക്സ്പോണൻസ് ആയിട്ടായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ 3 എക്സ്പോണൻസ് വന്നിട്ടുണ്ട്. പക്ഷേ എത്ര എക്സ്പോണൻസ് വന്നാലും റൂൾ എപ്പോഴും സെയിം തന്നെയായിരിക്കും. ഇവിടെ റൂൾ വരാം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ തന്നെയാണ്. ഇതെന്ന് പറയണത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. ഇനി ക്വസ്റ്റ്യനിൽ ചെയ്യുമ്പോൾ 2 റേസ് ടു 0 പ്ലസ് 3 പ്ലസ് 2, അതായത് 2 റേസ് ടു 5 ആണ് ആൻസറായിട്ട് കിട്ടുക. ഇനി 2 റേസ് ടു 5നെ തന്നെ നമ്മൾ ആൻസറായിട്ട് എഴുതുമ്പോൾ 32 എന്ന് വേണമെങ്കിൽ എഴുതാം. അത് ഓപ്ഷൻ തരുന്നതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. 2 റേസ് ടു 16ൻ്റെ പകുതി എത്ര? ഇവിടെ 2 റേസ് ടു 16ൻ്റെ പകുതി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തോന്നും 2 റേസ് ടു 8 ആണെന്ന്. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ പകുതി കാണാൻ പറയുമ്പോൾ എപ്പോഴും /2 ആണ് ചെയ്യുക. ഇവിടെയും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് 2 റേസ് ടു 16 ബൈ 2 റേസ് ടു 1. 2 റേസ് ടു 1 എന്ന് പറയുന്നത് 2ന് ഈക്വലാണ്. ഇനി നമുക്ക് ഇതുപോലൊരു റൂള് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് എ റേസ് ടു എം ഡിവിഷൻ എ റേസ് ടു എൻ. ഇതെന്ന് പറയണത് എ റേസ് ടു എം മൈനസ് എൻ ആണ്. ഇങ്ങനൊരു റൂള് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ക്വസ്റ്റ്യനിൽ ചെയ്താൽ മതി 2 റേസ് ടു 16 ഡിവിഷൻ 2 റേസ് ടു 1 ഈക്വൽസ് 2 റേസ് ടു 16 - 1. ഇതെന്ന് പറയണത് 2 റേസ് ടു 15 ആണ്.
ആൻസർ എന്ന് പറയുന്നത് 2⁻15 ആണ്. ഇന്ന് എക്സ്പോണൻസിൻ്റെ 10 റൂൾസ് കണ്ടു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.